മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം പരസ്പര വിരുദ്ധമായ പരമ്പരയെന്ന് പി രാജീവ്. ടാറ്റയുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് വസ്തുതയ്ക്ക് നിരക്കുന്നതല്ല. ടാറ്റയെ സംശയം നിലനിർത്താൻ ശ്രമിക്കില്ലെന്നാണ് വിചാരിച്ചത്. മുഖ്യമന്ത്രിയെ കണ്ടത് ടാറ്റയുടെ പ്രതിനിധിയല്ല, ടാറ്റയുടെ ഷെയറുള്ള സബ്സിഡറി കമ്പനിയുടെ പ്രതിനിധിയാണെന്നും കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ആ കമ്പനിയുമായി MOU ഒപ്പിട്ടിരുന്നതായും പി രാജീവ് പറഞ്ഞു. ടാറ്റയുമായി ബന്ധപ്പെട്ട് ഇന്ന് അദ്ദേഹം പറഞ്ഞതും വസ്തുതയ്ക്ക് നിരക്കാത്ത കാര്യങ്ങളാണ്. ടാറ്റയുടെ പ്രതിനിധികൾ വന്ന് കണ്ടില്ല എന്നല്ല ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ വ്യവസായ മന്ത്രി ചിത്രം പുറത്തേക്ക് വിട്ടല്ലോ. ഈ കണ്ട ആളുകൾ കണ്ടില്ല എന്നാരും പറഞ്ഞിട്ടില്ല. മുഖ്യമന്ത്രി യഥാർത്ഥത്തിൽ കേരളം പ്രതീക്ഷിച്ചിരുന്നത്, ഞാനത് ഉദ്ദേശിച്ചത് ഇങ്ങനെയാണ്, പക്ഷേ ഇൻ്റർവ്യൂവിലൂടെ വന്നപ്പോൾ അത് ആ രൂപത്തിലായിപ്പോയതാണ്. ടാറ്റയുടെ ഒരു സബ്സിഡറി കഴിഞ്ഞ ഗവൺമെൻറ് സമയത്ത് അവരുമായിട്ട് MOU ഒപ്പുവെച്ചു, അത് നന്നായി പോകുന്നുണ്ട്, അവരുടെ ഒരു കേട്ടസി വിസിറ്റ് ആയിരുന്നു എന്ന് പറയുമെന്നാണ് യഥാർത്ഥത്തിൽ ഞാൻ പ്രതീക്ഷിച്ചിരുന്നത്. കേരളവും അങ്ങനെയാണ് പ്രതീക്ഷിച്ചിരുന്നത്. സംരംഭക സമൂഹവും അങ്ങനെ തന്നെ പ്രതീക്ഷിച്ചിട്ടുണ്ടാകും. കാരണം ടാറ്റയെ ഒരു സംശയത്തിൻ്റെ നിഴലിൽ നിർത്താൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പ്രത്യേകിച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു നാടിൻ്റെ മുഖ്യമന്ത്രി ആകുമ്പോൾ ശ്രമിക്കില്ല എന്നാണ് കരുതിയിരുന്നത്.